15 ലക്ഷം രൂപയാണ് അന്നത്തെ ചെലവ് ഈ ഒരു ടോംബിന്റെ നിർമ്മാണത്തിന്. 15 ലക്ഷം. 500 കൊല്ലം മുമ്പ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ അത് മാത്രമല്ല, ഡൽഹിയുടെ ഒരു ഹൃദയഭാഗത്ത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ലാൻഡ് വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷെ 30 ഏക്കർ. 30 ഏക്കറിൽ കല്ലൊക്കെ വിരിച്ച് അവർ കണ്ടില്ല. താജ്മഹലിൽ വേറെ പ്രത്യേക രീതിയിലാട്ടോ, കുറെ കൂടി മാർബിൾ ഇട്ടുണ്ട്, കുറച്ചും കൂടി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത് പ്രണയത്തിന്റെ സ്മാരകമായിരുന്നല്ലോ. ഇത് പ്രണയത്തിന്റെ സ്മാരകമാണല്ലോ. പക്ഷെ അതിനുശേഷം പക്ഷെ അതിനുശേഷമാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഹുമയൂണിന്റെ മോന്റെ വൈഫ് താജ്മഹൽ. ഈ കല്ലുകളൊക്കെ നല്ല അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈ മേളിൽ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന റെഡ് കല്ലുകളൊക്കെ കൊണ്ടാണ് താഴത്തെ പ്രതലമൊക്കെ ചെയ്തിരിക്കുന്നത്. അത് നടക്കുന്ന വഴികളൊക്കെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ രീതിയിൽ തന്നെയാണ് അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് ഒരു ഇതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും അത്യാവശ്യം നല്ല വ്യത്യാസം തോന്നും. ആ ഒരു വലിപ്പവും ഒരു ശൈലിയും ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒരേപോലെ എങ്കിലും നമുക്ക് അത് കണ്ടു, അതുകൊണ്ട് ഇത് കാണേണ്ട ആവശ്യമില്ലാന്ന് തോന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞാലും, അല്ലെ? അതെ അതെ. ഈ കുറച്ചും കൂടി ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 2 മണിക്കൂർ മാക്സിമം മതി ഇത് കണ്ടു തീർക്കാനായിട്ട്. പിന്നെ ഇസാ ഖാന്റെ ഇതും കൂടി കണ്ടു തീർക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു രാവിലെ മുതൽ ഉച്ചവരെയുള്ള ടൈം കൂടെ എല്ലാം കണ്ടു തീർത്ത് എല്ലാം പോകാൻ പറ്റും. ആ താജ്മഹലിനെ ശരിക്കും നമുക്ക് ഓരോ സൈഡിൽ കൂടെ പോകുമ്പോൾ ഓർമ്മിപ്പിക്കും, അല്ലേ? ശരിക്കും തിരിച്ചാ പറയേണ്ടത്. ഹുമയൂൺ ടോംബ് ആദ്യം ഉണ്ടായത്, അതുകൊണ്ട് താജ്മഹലിൽ പോകുമ്പോൾ പറയണം ഹുമയൂൺ ടോംബിനെ പോലെ തന്നെയുണ്ട് താജ്മഹൽ. പക്ഷെ ഈ അവസാനത്തെ ഈ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടാണ് താജ്മഹലിൽ പണിതേക്കുന്നത്. ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ട് തിരിച്ചിട്ടില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കലറുകൾ വെക്കാൻ വേണ്ടിയുള്ള ഭാഗത്തിലാണ്. ഓരോ കളറുകളുണ്ട്. അതെ, പക്ഷെ താജ്മഹൽ അങ്ങനെയില്ല. കണ്ടത് ഇതൊക്കെ കലർ വെച്ചിട്ടുണ്ട്. പക്ഷെ താജ്മഹൽ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊരു ആ താഴത്തെ പോർഷൻ അവര് മറച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്കൊന്നും തള്ളി കലറുകൾ വെക്കാൻ പാകത്തിന് ഡോറില്ല. ഡോറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിന്റെ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഉണ്ടാവും. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, കാണാനും പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഇതൊരു വിസ്മയം തന്നെയല്ലേ. ഡൽഹി പോകുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ് സത്യം. താജ്മഹൽ ഭാര്യയോടുള്ള സ്നേഹത്തിന് വേണ്ടി ഭർത്താവ് നിർമ്മിച്ചതാണെങ്കിൽ ഹുമയൂൺ ടോംബ് ഭർത്താവിനുള്ള സ്നേഹത്തിന് വേണ്ടി ഭാര്യ നിർമ്മിച്ചതാ. അപ്പൊ ഫസ്റ്റ് എന്തായാലും നിർമ്മിച്ചത് ഹുമയൂൺ ടോംബ് ആണ്. പക്ഷെ രണ്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒന്നാണ്. ഒരു കാരണവശാലും ഒന്നും മിസ് ചെയ്യരുത്. സത്യം.